ഹരി ഓം. വിഷ്ണു സഹസ്രനാമ പഠനത്തിൻ്റെ ഒന്നാം ദിവസത്തിലെ രണ്ടാമത്തെ വോയിസ് നോട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈയൊരു പഠനത്തിൽ, ഈയൊരു അനുഷ്ഠാനക്രമത്തിൽ നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്തരുത്. കാരണം വീഴ്ച വരുത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾക്ക് പൂർവജന്മാർജിതമായിട്ടുള്ള ഒരുപാട് കർമ്മദോഷങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിലൂടെ നിങ്ങളിൽ നിന്ന് വിട്ടുമാറും. ദുരിതങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ വിഷ്ണു സഹസ്രനാമം ജപം വളരെ വളരെ സഹായക. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഒരുപാട് ഈ ബാഹികമായിട്ടും ആന്തരികമായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങളെ ഇത് പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല. പല പല കാരണങ്ങൾ വരും, തിരക്കുകൾ വരും, മറ്റു കാര്യങ്ങൾ വരും. അങ്ങനെയൊക്കെ പല കാരണങ്ങളും വന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള തോന്നൽ നമ്മുടെ മനസ്സിൽ വല്ലാതെ വരും. അപ്പം അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് ഇത് നിങ്ങൾ ശീലമാക്കാൻ പറയണത്. കാരണം അതങ്ങനെയാണ്, എന്തൊരു നല്ല കാര്യം നടക്കുമ്പോഴും അതിന് തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങളെ അതിജീവിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മൾ നമഃശിവായ ജപം നടത്തിയിരുന്ന പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഒരു 41 ദിവസമാണ് ഇതിൻ്റെ പാഠ്യ സമയം. ഈ 41 ദിവസം കൊണ്ട് നമ്മളിലുണ്ടാവുന്ന മാറ്റം, ലളിതാ സഹസ്രനാമം ചെയ്തവർക്കറിയാം അത് അവരിലുണ്ടാക്കിയ മാറ്റം. അതുപോലെ അതിൻ്റെ പോലെ തന്നെ ഈ ഒരു വിഷ്ണു സഹസ്രനാമവും അത്രയധികം മാറ്റങ്ങൾ നമ്മളിലുണ്ടാക്കും. അപ്പോൾ അതിനുള്ളൊരു ശ്രമമായിരിക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. എല്ലാവർക്കും, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് 41 ദിവസം ഈ ഒരു യജ്ഞം പൂർത്തിയാക്കാം. അതിനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ലാസ്സുകളായി നമുക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അനുഷ്ഠാനങ്ങൾ ഒരിക്കലും തെറ്റിക്കാതിരിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ മുടക്കാതെ മുന്നോട്ട് പോവുക. വിഷ്ണു എന്നുള്ളത് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന സങ്കല്പം, അതിനെ നമ്മൾ പുറത്തന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് വിഷ്ണു സങ്കല്പവും കൃഷ്ണസങ്കല്പമൊക്കെ. കണ്ണടച്ചാൽ ഉണ്ണിക്കണ്ണനെ കാണാത്തവർ മലയാളികൾ ഒട്ടും ഉണ്ടാവില്ല അല്ലേ. ഗുരുവായൂരപ്പനൊക്കെ അത്രയും നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. അറിയാതെ പോലും നാവിൽ വരിക കൃഷ്ണ ഗുരുവായൂരപ്പ എന്നാണ് വരിക നമുക്കൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രയും നമ്മളുമായിട്ട് ആത്മബന്ധമുള്ള, നമ്മളുമായിട്ട് വളരെ വിശേഷമായിട്ടുള്ള ആ ഒരു സങ്കല്പത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വിഷ്ണു സഹസ്രനാമം പഠിക്കാം. അതിനുള്ള ഭാഗ്യം സർവേശ്വരൻ എല്ലാവർക്കും നൽകട്ടെ, അനുഗ്രഹങ്ങൾ നൽകട്ടെ. നാളെ മുതൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് കടക്കാം. വിശേഷമായി നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് വലിയ സങ്കല്പത്തോടെ നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ജഗദീശ്വരൻ സാക്ഷാൽ കൃഷ്ണൻ നൽകട്ടെ. ആ കൃഷ്ണനോടൊപ്പം നമുക്കിനിയുള്ള ഒരു 41 ദിവസം ഉണ്ണിക്കണ്ണൻ്റെ കഥകളും കൃഷ്ണൻ്റെ കഥകളും നാരായണൻ്റെ കഥകളൊക്കെ ആയി നമുക്ക് യാത്ര തുടരാം. വളരെ വിശേഷമായിരിക്കും 41 ദിവസം. എന്തായാലും ഈ ഒരു മഹത്തായ യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അഭിവൃദ്ധി ചൊരിഞ്ഞുകൊണ്ട്, ആയൊരു ആരോഗ്യ സൗഖ്യങ്ങൾ നൽകിക്കൊണ്ട് ജഗദീശ്വരൻ്റെ കടാക്ഷം സദാ നിങ്ങളിലെപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. 41 ദിവസം കൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പൂർവഭാഗവും ഉത്തരഭാഗവും മധ്യഭാഗവും എല്ലാം പഠിച്ച് പൂർണ്ണമായ വിഷ്ണു സഹസ്രനാമം നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ ഇതിനെ എങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്തണമെന്നുള്ളത് നമുക്ക് അതിനോടൊപ്പം പഠിക്കാൻ ശ്രമിക്കാം. ഒരു കുറച്ച് ദിവസം ഭക്തിയുടെ ലക്ഷണത്തിനെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും നമ്മളുടെ ജീവിതവും ഭക്തിയുമായിട്ടുള്ള ബന്ധത്തിനെക്കുറിച്ചും എല്ലാം ഇതിന് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ ഭംഗിയായി അതാത് ദിവസമുള്ള പാഠങ്ങൾ അതാത് ദിവസം നിങ്ങൾ പഠിക്കണം. കേട്ടാൽ മാത്രം പോരാ, അതിനെ മനസ്സിലാക്കണം. വെറും പഠിക്കൽ മാത്രമല്ല, കാണാതെ പഠിക്കലുമല്ല, നമ്മൾ ഉള്ളിലേക്ക് ഉൾക്കൊള്ളലാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഗുരുവായൂരപ്പനോടൊപ്പം, കണ്ണനോടൊപ്പം, നാരായണനോടൊപ്പം, ഈ പ്രപഞ്ചശക്തിയോടൊപ്പം, നിങ്ങളുടെ ഉള്ളിലെ ആത്മചൈതന്യത്തോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ ഉള്ളിലെ ശക്തിയെ നമുക്ക് തിരിച്ചറിയാം. നമ്മളിൽ പരിവർത്തനം വരുത്തുന്ന ആ മഹത്തായ ദിവസങ്ങളിലേക്ക് ഓരോ ഭക്തന്മാർക്കും, ഓരോ സുഹൃതികളായ ആത്മാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ജന്മജന്മാന്തരങ്ങളായി നമ്മളോടൊപ്പം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട്
ഈ ദിവസം മുതലുള്ള പഠനം നമ്മളിൽ ഉണ്ടാവട്ടെ, നിറഞ്ഞു നിൽക്കട്ടെ. നാളെ മുതൽ നമുക്ക് രാവിലെ ക്ലാസ്സുകൾ വരും. അതാത് ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾ അതാത് ദിവസം കേൾക്കുക. നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ആശീർവാദത്തോടെ, നിറഞ്ഞ അനുഗ്രഹത്തോടെ, ഭഗവത് ചൈതന്യത്തോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. നമ്മളെ നമുക്ക് മനസ്സിലാക്കാം. ഭഗവത് ചൈതന്യം സദാ നിറഞ്ഞു നിൽക്കട്ടെ. അമൃതത്വത്തിൻ്റെ ഓരോ പുത്രന്മാർക്കും ഓരോ പുത്രിമാർക്കും ആ ബ്രഹ്മസ്വരൂപികളായ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നാളെ മുതൽ നമുക്ക് കൂടുതൽ അടുക്കാം, പരിചയപ്പെടാം, പഠിക്കാം. ഹരി ഓം, നമസ്തേ.